എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹമാക്കി തീർത്തതിന് അമ്മ മാതാവിനോടും യേശുപ്പയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ഗീതു ശ്രീനിവാസൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സുജിത്ത്, കൊച്ച് ശ്രേയ. എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത്, ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 2025 ഞാനൊരു നേഴ്സാണ്. നേഴ്സായതുകൊണ്ട് തന്നെ നേഴ്സിംഗ് പ്രൊഫഷൻ ഞാൻ OET കംപ്ലീറ്റ് ആക്കി, ഒരു വിധത്തിൽ OET കംപ്ലീറ്റ് ആക്കി ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സിന് പോയി. ക്യാബ് കോഴ്സിന് കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് രജിസ്ട്രേഷൻ എല്ലാം കിട്ടി. തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാക്കാം. നമുക്ക് എത്രത്തോളം പൈസ അതിന് മുടക്കിയോ അതൊന്നുമല്ല, അതിനപ്പുറം നമുക്ക് ഉണ്ടായ ആ കഷ്ടപ്പാട് അത് ഭയങ്കരമായിരുന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എൻ്റെ വീട്ടിൽ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടുന്ന് ഞാൻ തിരിച്ചു പോന്നു. ഞാനിവിടെ വന്നു. ഫെബ്രുവരി തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്തു. എനിക്ക് അമ്മ മാതാവിൻ്റെ സാക്ഷ്യമാകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു, മാതാവിനെ മുറുകെ പിടിച്ചു. അത് 2024 തന്നെ എനിക്ക് ന്യൂസിലൻഡിൽ വെച്ചൊരു ഹോസ്റ്റലിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അത് പാസ്സായി. അതിൻ്റെ പ്രോസസ്സിങ് അവർ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവസാന നിമിഷമായപ്പം എനിക്കൊരു പേ സ്ലിപ്പിൻ്റെ കുറവ് മൂലം അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തില്ല. അതിനപ്പുറമാണ്. കാരണം വെച്ചാൽ എല്ലാം ആയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് ഇല്ലാണ്ടാവുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ 5:30 പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, വൈകുന്നേരത്തെ അച്ഛൻ്റെ പ്രെയർ ആയിക്കോട്ടെ, എല്ലാം മുടങ്ങാതെ കൂടുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഒരു 2025 ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ആ റിജക്റ്റ് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചവർ റിട്ടേൺ ബാക്ക് പറഞ്ഞേക്കുവാണ്. ഗീതു, ഇതുപോലെ ഒരു നേഴ്സിൻ്റെ ഒഴിവുണ്ട്, നമുക്ക് ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. എനിക്ക് എന്താ അപ്പം പറയേണ്ടതെന്ന് അറിയത്തില്ല. മാതാവിനോട് നന്ദി ഞാൻ കരഞ്ഞ് പറഞ്ഞു. അതുകൂടാണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ മാതാവിൻ്റെ ഉപ്പും ഓയിലും എല്ലാം ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചില്ല. ഓൾറെഡി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതായിരുന്നല്ലോ. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി. ഗീതു, നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ സമയം മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമായിരിക്കും എനിക്കത് തിരിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലുകാർ തന്നെ തിരിച്ചെന്നെ വിളിക്കണമെങ്കിൽ അതിൽ മാതാവിൻ്റെയും യേശുപ്പയുടെയും കരുണ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് മുമ്പോട്ട് കൊണ്ടുപോയി. ഓഫർ ലെറ്റർ എനിക്ക് ഒരു ജൂലൈ 2025 ആയപ്പം ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ വന്നു. അതിനുശേഷം നമ്മൾ വിസയ്ക്ക് ഇടണം. വിസയ്ക്ക് ഇടുന്നതിന് മുമ്പ് വിസ എനിക്ക് 2026 ജൂണിൽ എനിക്ക് വിസ ഗ്രാൻഡായി. ഈ 2026. പക്ഷേ 26 ഗ്രാൻഡായി കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഓസ്ട്രേലിയൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ഗവൺമെൻറ്റുകാർ പറയുന്നത് ഓൾറെഡി അത് നിങ്ങളുടെ എംപ്ലോയർക്ക് അയച്ചിട്ടുണ്ട്. എംപ്ലോയർ അവിടുന്ന് റിട്ടേൺ ബാക്ക് അടിച്ചെങ്കിലേ ഉള്ളൂ എനിക്കത് പ്രോസസ്സിങ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ എംപ്ലോയർ ചോദിക്കുമ്പോൾ എംപ്ലോയർ പറയുന്നത് ഓൾറെഡി ഞങ്ങൾ തിരിച്ചയച്ചു എന്ന് പറയുന്നു. എന്ത് ചെയ്യണം? എനിക്കിവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ആ ഒരു ദിവസം ഞാൻ അതറിഞ്ഞതിൽ പിന്നെ ഞാൻ മാതാവിൻ്റെ ജപമാല ചൊല്ലാൻ തുടങ്ങി. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് ജപമാല ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ചിരുന്ന എല്ലാം ഒരു ക്രിസ്ത്യൻ പിള്ളേരുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജപമാല സ്റ്റാർട്ട് ചെയ്തു. ജപമാല ചൊല്ലി തുടങ്ങി. അതിനുശേഷം എല്ലാ കാരുണ്യപ്രവർത്തികളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ പത്രങ്ങളൊക്കെ ആണെങ്കിലും ഈ പള്ളിയിലൊക്കെ കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, വഴികളിലായിക്കോട്ടെ എല്ലാം ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ആ സർട്ടിഫിക്കറ്റ് വരികയും മുമ്പോട്ട് പോവുകയും ചെയ്തു. ഈ വരുന്ന 11-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ഓസ്ട്രേലിയക്ക് യാത്ര ചെയ്യുകയാണ്. അതിൽ മാതാവിൻ്റെയും
യേശുപ്പയുടെയും മാത്രം കരുതലും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. അതിന് ഞാൻ യേശുപ്പയോടും മാതാവിനോടും കൊടാനുകൂടി നന്ദി പറയുന്നു. അതുകൂടാണ്ട് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കൊച്ചിന് ഒരു 2-2.5 വയസ്സ് തൊട്ടൊരു എപ്പോൾ വണ്ടിയിൽ കയറിയാലും അവൾ ഒമിറ്റ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. ഈ ഓസ്ട്രേലിയക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ടെൻഷൻ അറിയാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഇനി എങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എങ്ങനെ ഒമിറ്റ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ മാതാവിനെ കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്നോർത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പും നേർച്ച ദിവസമായ എണ്ണയും പുരട്ടി ഞങ്ങൾ വെളിയിലോട്ട് പോകാനായിട്ട് വണ്ടിയിൽ കയറി. അങ്ങനെ ഞാൻ ഒരു 3 മാസം ആയതേ ഉള്ളൂ. വിത്തിൻ 3 months കൊണ്ട് മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ആ ഒരു അസുഖം മാറ്റിയതായിട്ട് എനിക്ക് ബോധ്യമായി. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ കോതമംഗലത്തു നിന്നാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തേക്കുന്നത്. ഒരു കുഴപ്പവും കൂടാണ്ട് ഇതുവരെ മാതാവ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാതാവിൻ്റെ കരുതൽ മാത്രമാണ്. യേശുപ്പയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ജോലി ചെയ്തൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ആയിരുന്നു. അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുകൂടാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് പറ്റുന്നവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ അതൊക്കെ തന്നെയാണ്. പിന്നെ എന്നും ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ 5:30 പ്രാർത്ഥന ആയിക്കോട്ടെ, വൈകുന്നേരത്തെ പ്രാർത്ഥന ആയിക്കോട്ടെ, ഒന്നും മുടങ്ങത്തില്ല. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടാൻ തുടങ്ങി. ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും മാതാവിൻ്റെ പ്രാർത്ഥനയുടെയും കരുതലിൻ്റെയും ഫലമായിട്ടും ഞങ്ങൾക്കിപ്പം ഓസ്ട്രേലിയക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സുഗന്ധാഭിഷേകം എന്ന് പറയാനായിട്ട് എനിക്ക് മാതാവിൻ്റെയും യേശുപ്പയുടെയും രൂപം എൻ്റെ മെഴുകുതിരിയിൽ വന്നു. അത് ഞാൻ സിസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ്, എൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാണ്ടിരുന്ന സമയത്താണ് ആ ഒരു മെഴുകുതിരിയിൽ വന്ന ആ രൂപം എനിക്ക് തെളിഞ്ഞു കിട്ടിയത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ ഇനിയിപ്പം ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയക്ക് പോയാലും ഈ ഒരു ഉടമ്പടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാനും പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കണ്ടിന്യൂസ്ലി പോകാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തരണം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മാതാവൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും മരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. ഗീതു എന്ന ഈ മകൾ കുടുംബത്തോടൊപ്പം വന്നിവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുന്നത്, ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടിയ, വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിലാണ്. ഒരു ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി തനിക്കുണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ട് അതിനുശേഷം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഗീതുവിന് മനസ്സിലായത്, ദൈവം വളരെ അടുത്തു തന്നെ എനിക്ക് സമീപസ്ഥനാണ്. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ തിരമാലകൾക്ക് മീതെ അവിടുന്ന് അടുത്തു വന്ന് എനിക്ക് കരം പിടിച്ച് ആ നീർക്കയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് നീതുവിന് മനസ്സിലായത് ഈ ഒരു വലിയ ഉടമ്പടി ജീവിതമാണ്. ഞാൻ വളരെ കുറച്ച് സംസാരിച്ചാൽ മതി. ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണെങ്കിൽ അമ്മ തന്നെ അത് ഈശോയ്ക്ക് കൈമാറിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അമ്മ ഉടൻ പരിഹാരം നൽകുമെന്ന് ഗീതുവിന് മനസ്സിലായത് ഈ പ്രാർത്ഥനാ പദ്ധതിയിലൂടെയാണ്. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. നാം സുവിശേഷങ്ങളിൽ വായിച്ചെടുക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ശ്ലീഹന്മാരുടെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇന്നും ആ പുനരുത്ഥാന ശേഷമുള്ള ജീവിതം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മോട് കൂടെ പ്രവർത്തിക്കുന്നത് നാം അവിടുത്തോടുള്ള വിശ്വസ്തതയിൽ എപ്പോഴും നിലനിൽക്കുമ്പോഴാണ്.
നമുക്ക് ഉള്ള കുറവുകൾ എന്തെങ്കിലും വന്നാൽ ദൈവത്തിന് ഈടുവയ്ക്കുവാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം നമ്മുടെ വിശ്വാസം, നമ്മുടെ ത്യാഗം, നമ്മുടെ സംസാരം, നമ്മുടെ വിശുദ്ധി, നമ്മുടെ വർഷങ്ങളായിട്ടുള്ള തപസ്, വിശ്വസ്തത, ഇതെല്ലാമാണ് നമുക്ക് ഈടുവയ്ക്കാനുള്ളത്. അവിടെയാണ് ഗീതു സക്സസ് ആയതെന്ന് ഇവിടെ ഏറ്റു പറയുന്നു. അതുകൊണ്ട് ഇനി ഓസ്ട്രേലിയയിൽ പോയാലും ഞാനൊരു നേഴ്സായിട്ട് ഞാൻ ഏതെല്ലാം രോഗികളെ തൊടുന്നുവോ അവരെല്ലാം ഈശോയുടെ നാമത്തിൽ അവരെ സൗഖ്യപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കുമെന്നുള്ളൊരു വലിയ പ്രോമിസിലാണ് ഇവിടെ നിന്ന് ഗീതു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളുടെയും വലിയ നിയോഗങ്ങളെ, സങ്കടങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം ഈ ഈശോയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഗീതുവിൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.